വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൂൾ വാരിയർ ബോയ്. നമ്മളങ്ങനെ വീണ്ടും വന്നേക്കുവാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വന്നിരിക്കുന്നു. നമ്മളെന്താണ് ഇത്ര ലേറ്റായെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് അങ്ങ് ഡിലീറ്റായിപ്പോയി. അത് കാരണം ഈ അക്കൗണ്ടിൻ്റെ പുറകെയൊക്കെ ഞാൻ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ 2 മാസമോ 3 മാസമോ അങ്ങോട്ട് എടുത്തെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് എൻ്റെ അക്കൗണ്ട് തിരിച്ചു കിട്ടുന്നത്. അപ്പം നമ്മൾ വീണ്ടും യൂട്യൂബ് ചാനൽ ഇടാൻ തുടങ്ങി. ചാനലൊക്കെ ഇട്ട് സെറ്റാകാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചാനലിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ വെക്കേഷനിലാണ്, അത് കാരണം ഇപ്പോൾ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചാനലിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കുറേ നാളായി. ഒരു 6 മാസമൊക്കെ ആയി കാണും. ഞാൻ ഈ ഗെയിം കുറേ നാളായിട്ട് കളിക്കുക. അത് കാരണം ഞാൻ ഈ ഗെയിം ഇതിപ്പോഴാണ് കളിക്കാൻ തുടങ്ങിയത്. ഡൗൺലോഡാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കളിച്ച് കുറേ ഡൈനോസറിനെയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിന്ന് കളിക്കാൻ പോണത്, നിങ്ങളിത് കളിക്കുമായിരിക്കും, ജുറാസിക് ബ്ലോക്ക് എന്നാണ് ഇതിൻ്റെയൊക്കെ പേര്. റോബ്ലോക്സിലുള്ളതാണ്. നമ്മളിന്ന് കളിക്കാൻ പോണത് ആരംഭിച്ചാണ് ഗിഗ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നല്ല സ്പോൺ. നമ്മൾ ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ നമ്മൾ ലീഡർ ബോർഡ് എടുത്ത് നോക്കണം. 2 പേരേ ഉള്ള. നമുക്ക് ഈ സർവർ മാറണം ഗൈസ്. നമ്മളപ്പോൾ സർവർ മാറിയിട്ടുണ്ട് ഗൈസ്. ഇത് പുതിയൊരു സർവറാണ്. അത് കാണാതിരിക്കും. പുതിയ സർവറാണെന്ന് നിങ്ങൾക്ക് ലീഡർ ബോർഡ് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ലീഡർ ബോർഡ് ഇപ്പോൾ കുറേ പേരുണ്ട്. അപ്പോൾ നമുക്ക് കളിക്കാം. ഞാൻ സൗണ്ട് കുറച്ചിട്ടേക്കുവാണ്. ഇതിന് ഭയങ്കര സൗണ്ടാണ്. ഒന്നാമത് ഹെഡ്ഫോൺസ് കൂടെ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ആദ്യത്തെ ഇവിടെ വല്ല ഉണ്ടോയെന്ന് നോക്കാം ഗൈസ്. നമ്മുടെ ആദ്യത്തെ നമുക്ക് ഫ്രണ്ട്സ് ആവാൻ വല്ല നോക്കാം. ഇവിടെ ആരും ഇല്ലല്ലേ, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഗൈസ്. അപ്പം ഞാനിവിടെ ഇവിടെ ആരും ഇല്ല. അപ്പം ഞാൻ ഇവിടുത്തെ കിങ്. എടാ ഇവിടെ ആരും ഇല്ലടാ. വന്ന് ബണ്ണി. നിങ്ങൾ സ്റ്റീലേ ബ്രെയിൻ റോട്ട് കളിക്കും. എനിക്ക് ബണ്ടിയോ എന്നൊക്കെ പറയുമ്പോൾ ഈസ്റ്റർ ഇവൻറ്റിൽ കിട്ടിയ അതുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് കളഞ്ഞു. റീബർത്ത് ചെയ്ത് പോയി. ഇത് 2 എണ്ണം കൊണ്ട് ഉണ്ടാക്കും. ഇനി ഞാൻ ബാക്കി ജയിക്കുകയും 2 വയസ്സാക്കി. നിങ്ങൾ ഷിഫ്റ്റ് ലോക്ക് ഇട്ടിട്ട് കളിക്കും. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ അനിയനെ പഠിപ്പിച്ചു തന്നതില്ല. ചൂട്ടി. അയ്യോ, ഇവിടെ ബ്രാക്കിയോസോറസ്. ഓക്കെ, നമ്മളപ്പോൾ ഫസ്റ്റ് ടൈം ചത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊന്നുമില്ല, പിന്നെ അടിയടിച്ച് കൂട്ടുക ദിവസവും പോയി. അപ്പോൾ നമ്മളുടെ സ്പോട്ട് നമ്മുടെ കുറച്ച് വേഗത്തെ ഓടുന്നേരെ ആയതുകൊണ്ട് ഓടിപ്പോയില്ല. നമ്മുടെ മുമ്പിൽ തന്നെ 2 പെട്ടു. അപ്പോൾ നമ്മൾ റിവെഞ്ച് എടുക്കാൻ പോവാണ് ടീറക്സിൻ്റെ അടുത്ത്. ടീറക്സിനെ ഇന്ന് നമ്മൾ മടക്കി ഒടിച്ച് കുടിച്ച് നമ്മൾ കളിക്കും. 7.5 രൂപയാ. 5 പോയിൻ്റൊക്കെ ഇതെന്തോന്നത്? എനിക്ക് ഇത്ര പൈസ ഇങ്ങനെ പോയിൻ്റൊക്കെ വരുമ്പോൾ ഇത് 2000 അല്ല. ഞാൻ ഫ്രണ്ടാവാൻ നോക്കാം. കറങ്ങുന്നല്ലേ ഞാനിവിടെ. ചേട്ടാ ഞാൻ എന്നെ മനസ്സിലായോ? ഞാനിവിടെ ഉള്ള നിങ്ങളൊക്കെ വലിയ പുള്ളികൾ, നമ്മളൊക്കെ പാവങ്ങൾ. അവിടെയൊക്കെ റോറുണ്ട്, ചെറിയ റോറൊക്കെ ഉണ്ട്. അവൻ്റെ ഒരു വിജയവീര്യം റോറാണ്. നമുക്കാണെങ്കിൽ കൊല്ല അത്ര പവറൊന്നുമില്ല. 90 ഡാമേജ് അങ്ങോട്ട് കൊടുക്കും. നമ്മൾ പക്ഷേ 125 ഡാമേജ് അങ്ങോട്ട് കൊടുക്കും. കാണാൻ സൈസാണെങ്കിലും
എളുപ്പമാണ് കൊല്ലാൻ. 750 രൂപയുള്ളൂ. നമ്മുടെ ഇരിക്കുന്ന ഈ ഗിഗയ്ക്ക് 2250 എൻ്റെ അമ്മച്ചി എന്നെ ഇരിക്കല്ലേ, ഞാൻ പാവമാണേ. നമ്മളിങ്ങനെ പാവം കളിച്ച് നിൽക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അടി കൂടുക. ഒരു ടീറക്സ് ഉണ്ട്, അങ്ങോട്ട് നടന്നു പോയി നിങ്ങൾ കണ്ടായിരിക്കും ഞാൻ നേരത്തെ നോക്കിയപ്പോൾ. പിന്നെ അതാ ഒരു കാരണോ, പിന്നെ അതാ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ബ്രാക്കിയോ. അതാണ് നമ്മൾ അടി കൂടുന്ന കണ്ടാൽ ഇവരെല്ലാവരും കൂടി വന്ന് നമ്മളെല്ലാവരും കൂടി ഇടിക്കും. അപ്പം എനിക്ക് പൈസ കിട്ടില്ല. അപ്പം നമുക്ക് ഇപ്പം പോയി അടി കൂടിയാൽ നമുക്ക് അവൻ ലെഫ്റ്റായി. അത് ശരി, അവന്മാരെ ടീമാണ്. നമുക്കൊന്ന് ചേരാൻ അവന്മാരെ എന്നെ കൂടി എടുക്കുമോ? അത് തന്നെ. എന്നെ കടിക്കല്ലേ, ഞാൻ പാവോടാ. എന്നെ അടിക്കല്ലേ. ഹായ് ഹായ് ഹായ്, നമുക്ക് കമൻറ്റിലെന്തോ അയച്ച്. ഹായ് ഹായ് ഹായ്, നമുക്ക് വായിക്കാം. ഹായ് 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 ഹായ്. എവിടെ അയച്ച്? ഹായ് 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 ഹായ്. നമുക്ക് ഫ്രണ്ട്സ് ഒന്ന് അയച്ചു കൊടുക്കാം. ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സേ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ്. ഹായ് ഗിഗ. അപ്പം നമ്മൾ എന്തോ അയക്കണം? ഹായ് ടീറക്സ്. ഹായ് ടീറക്സ്. റെക്സ് ഇവിടെ വന്ന് കിടപ്പുണ്ട് എപ്പോഴും ചെയ്യുന്ന പോലെ. സ്പൈനോ. ഹായ് ടീറക്സ്. നമ്മളെല്ലാം കൂട്ടുകാരല്ലേ, ചങ്ങാതിമാരല്ലേ. ഹായ് ഹായ് സ്പൈനോ. നമുക്ക് ഹായ് അയച്ചു. ചെറുക്കൻ ചിലപ്പോൾ വിഷയമായിരിക്കും. എന്തിനാണ് വായിച്ചത്? വാട്ട് ലാംഗ്വേജ് ഈസ് ദാറ്റ്? വിച്ച് ലാംഗ്വേജ് ഈസ് ദാറ്റ്? എന്തിൻ്റെ ലാംഗ്വേജ്? ബോസ് ഫൈറ്റ്. ഹായ് ടീറക്സ്. ഹായ് 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 ഹായ്. എൻ്റെ അമ്മച്ചി. ഹായ് ഗിഗ. ഞാൻ വേറൊരു ഗിഗ. അതാ ഇവിടെ ഫൈറ്റ് കിടക്കുന്നത്. സ്പൈനോനെ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഇവിടെ ഗജയിൽ ഫൈറ്റായിട്ട് കിടക്കില്ല. സ്പൈനോ എന്തോ മെസ്സേജ് അയക്കുന്നു. നമ്മൾ ആരാണോ പിടിച്ചത് ആരും എടുത്ത് തീ കുക്കുന്നു. നമ്മളെന്തോ റോട്ടിലാണ്. സ്പൈനോനെ കാണാനില്ല. നമ്മൾ അയ്യോ പറഞ്ഞു എല്ലാം പിടിക്കില്ല. റോഡ് അപ്ഡേറ്റ് എന്നെ അടിച്ചു കഴിഞ്ഞു. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, കട്ട ഫ്രണ്ട്സാണ് നമ്മൾ. യവനെ പഞ്ഞി കിട്ടാനോ പറ്റത്തില്ല. സേറ ബാ മക്കളെ, ബാ ബാ ബാ. എന്നെ അടിച്ചാലാ മോനെ. ഇവൻ്റെ എവറാ ടീറക്സ് ഈസ്. ഞാൻ വായിച്ചിട്ടില്ല. ടീറക്സ് ഈസ് സിംപ്ലി ദ ബെസ്റ്റ് റോർ എവർ. ഓക്കെ, എൻ്റെ റോറാണ് നല്ലത്. കൊണ്ടാ പൊളി റോറാണ്. കൊല്ല അങ്ങനെ തന്നെ അടിച്ച് കൊല്ലിച്ചേ. എടാ എടാ എന്നെ എടുക്കല്ലേ. എടാ നിന്റെ ചങ്ങാതി. എടാ ഇത് എടാ എന്നെ അടിക്കുന്നത് എന്തിനാടാ? അയ്യോ ഇല്ല, മറ്റേ ടീറോക്സി. അവനെന്തിനു പറ്റി? ഹേ മൈ ഫ്രണ്ട് ഡോപ്പ്ഡ്. DOMT ഡോണ്ട് കിൽ. ഓ സ്പൈനോ പറത്തി വിടുക. കണ്ടോ നമ്മൾ തീർത്തുള്ള ഡയലോഗാണ് വെച്ച്. എടാ എന്നെ അടിക്കാറോ? എടാ എന്നെ അടിച്ചാൽ വിവരം അറിയും. ഞാൻ ഇതുവരെ ഒരു ഡാമേജും കൊടുത്തില്ല. എന്നെ ഈ ടീറക്സ് തലക്ക്. ഓടിപ്പോ. ഞാൻ എന്നെ വീണ്ടും കടിച്ചു. സ്പൈനോ കയറി വന്നേക്കുന്നു. മാറുക ഞാൻ പാവമാണ്. ഓക്കെ, നമ്മളപ്പോൾ ഗിഗയെ വെച്ച് കളിക്കുന്നില്ല ഗൈസ്. ഗിഗയെ വെച്ച് കളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് റാപ്റ്റർ എടുത്താൽ വമ്പൻ സ്പീഡാണ്. ബാരിയോണക്സ് എടുത്താലും 40 ഉണ്ട് സ്റ്റാമിന. കുഴപ്പമില്ല. സ്പൈനോ നല്ലതാണ്, ടീറക്സ് നല്ലതാണ്, നല്ലതാണ്. അപ്പാറ്റോ പോയ എല്ലാവരും കൂടി എന്നെ ഇട്ട് ഇടിക്കും. എന്താണെന്ന് പറഞ്ഞാൽ എന്നെ എല്ലാവർക്കും കൂടെ കാണാം. ഒന്നാതെ അവിടെ കുറേ ടീമുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. സ്പൈനോടെ റോറ് കണ്ടിട്ടില്ലെങ്കിൽ
സെക്കൻഡ് റോറാണ് ഇപ്പം ഇട്ടത്. നമ്മൾ ഫസ്റ്റ് റോഡ് കാണിച്ചത്. ഫസ്റ്റ് റോഡ് നമുക്ക് നടന്നുകൊണ്ടിടാം. അത് തന്നെ നമുക്ക് ടീമായ നമുക്ക് ടീമാവാം. നമുക്ക് ഹെവി ഇല്ല കൈസാരി. നമ്മൾ നേരത്തെ ഈ തുപ്പുന്ന ഗീഗനൊക്കെ കണ്ടില്ലേ, അവൻ്റെ ഹെവി എന്തിനാണോ എന്തോ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അടിക്കുക. അയ്യോ, ഞാൻ എൻ്റെ സ്പൈനോനെ കൊന്നറിയാതെ. പക്ഷെ ഞാനൊന്നും വെച്ചിട്ടില്ലേടാ. അതിലെങ്കിലും ഒരു മര്യാദ കാണിയപ്പാ. എൻ്റെ പിള്ളേരെ തൊടി പോയാ അങ്ങനെ തൊട്ടാ ഒരിക്കലും പോയി അടി മേടിച്ചു കൂട്ടാ അല്ലേ. നടന്നെത്തുമ്പോൾ തന്നെ ഫൈറ്റൊക്കെ തീരും. ഒന്ന് നടക്കടാ പോലെ. അത് വെടി റൈവൽസ് ആയിട്ട്. നിങ്ങൾ റൈവൽസ് കളിക്കുന്നു. എനിക്ക് ആളെക്കൂടെ പാവോന്ന് ഒരു ഷോട്ട് ഗണ്ണൊക്കെ ചെയ്തു. പാവോന്ന് എടാ എന്നെ അടിക്കണ്ട, ഞാനെൻ്റെ ഫ്രണ്ടാണ്. എടാ എന്നെ അടിക്കല്ലേ. ഒന്നാമതേ എനിക്ക് എഴുത്ത് കുറവാടാ. എന്നെ അടിക്കണ്ടേടാ. സ്പൈന പോയിട്ട് എല്ലാവരും കൂടെ നമ്മളെ ഇടിച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് ഗിഗ വീണ്ടും എടുക്കാം. നമ്മളുടെ ഈ സ്കിൻ എടുക്കാം. ഇത് നമുക്ക് എടുക്കാം. കുറച്ച് മുറിവുണ്ട്, പക്ഷേ അവന് മുറിവൊന്നുമില്ല. കുറച്ച് മുറിവുള്ളവനെ എടുക്കാം. നല്ല സ്പോൺ. ഇപ്പോൾ നമ്മൾ ഈ സ്പോണൊന്ന് മാറ്റിയിട്ട് നമ്മളങ്ങനെ നല്ല സ്പോൺ എടുത്തിരിക്കുന്നു. എന്നാൽ അത്ര നല്ല സ്പോണൊന്നുമില്ല, പക്ഷെ നല്ല സ്പോണാണ്. ഇത്രയും നടക്കണ്ട. കണ്ടോ നമുക്കെന്തോ പറ്റി. നമ്മൾ എവിടെ പോയി ഇടിച്ചങ്ങാണ്ട് വീഴുന്നു. അത്രയാണ് ഇത്ര മുറിവ്. നമ്മുടെ പേരെഴുതിയിരിക്കുന്നുണ്ട് സ്കേർഡ് ഗഗ് ഗിഗ. എന്താ ഇടിച്ച് ബോസ് ബാറ്റിൽ കളിക്കുന്നവരോ ബോസ് ഡാമേജ് ഒക്കെ കാണിക്കുന്നുണ്ട്. തോമസ് ദ ക്യാമറ മാൻ. എടാ ഞാൻ പാവോടാ, അറിയാതെ അടിച്ചേടാ. എന്നെ അടിക്കല്ലേടാ. ഈ ബണ്ണിനെ കൊണ്ട് ഞാൻ വലിയ ശല്യമായല്ലേ. ഇതായത് ഗാരിമസ്. എന്നെ അടിക്കുന്ന ഞാൻ പോവാ. എനിക്ക് വേറെ പണിയില്ലേ നിന്നെയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക. അല്ലേലും അങ്ങനെ ഞാൻ അടിക്കുമ്പോൾ മാത്രം ഹെവി ആർക്കും കൊള്ളില്ല. ഐ ആൾസോ വാണ്ട് ടു ബൈറ്റ്. ആരെ ബൈറ്റ് പോടാവേ. എന്നെ ബൈ ചെയ്യാണ്. ഞാൻ ആർക്കും തരൂല. ഓടിപ്പോടാവേ. നീ എന്തോ നോക്കിയിരിക്കുന്ന ഷിഫ്ലോക്ക് ഇട്ട് കളിയടാ. എല്ലാമാരും ഷിഫ്ലോക്ക് ഇട്ട് കളിക്കുന്നു. ഞാൻ ചുമ്മാ പറഞ്ഞാണോ. നീ വേണമെങ്കിൽ പോടാ. എടാ ഞാൻ പറഞ്ഞോടാ. ശരിടാ എവിടെ അടിക്കാൻ പോയിട്ട് വലിയ പണിയല്ലേ. അത് ചാടിക്കളിക്കുക. അങ്ങനെ നമ്മുടെ ഗിഗയ്ക്ക് എടുത്ത് ചാട്ടാൻ ചെയ്യുക. അത് തന്നെ സ്പൈനോട് ഹെൽപ്പ് ചെയ്യണം. പിന്നെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ എടാ എന്നെ അടിക്കുന്ന എന്തോ എന്നെ അടിച്ച് കൊന്നറാ. ഞാൻ ഇതുവരെ ഒരു കിലോ പോലും എടുത്തിട്ടില്ല ഇത്രയും പോയിട്ട്. അപ്പോൾ നമ്മൾ ആരാകണം. ആരെങ്കിലും ആയി പോകണോടാണ്. ടെറസിനെ വെച്ച് കളിച്ചു നോക്കാം. ടെറസിനോട് റോർ അത്യാവശ്യം എനിക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ചും നല്ല സ്ഥലം കാണിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് വെട്ടിക്കൂട്ടി അച്ചോട് എനിക്കെന്തിനാണ് ഈ 7.5 മനസ്സിലാകുന്നില്ല. എന്തോറാ വരണോ എൻ്റെ അടുത്ത് കളിക്കാൻ പറ്റില്ല. എൻ്റെ ഹെവി ഒരുമാതിരിത്തെ ഹെവിയെന്നാണ്. അത് ശരിച്ചാടി കളിക്കുന്നതോ. അയ്യോ ബർഗർ. എന്താ ബർഗർ കൊണ്ട് ഇതാ ലാഗിയാണ്. ബർഗർ എല്ലാം കളിയാണ്. നമ്മളങ്ങനെ ഒരു കില്ലും എടുത്തില്ല. നമുക്ക് ലവനെ പോയി ഒന്ന് മുട്ടി വെക്കാം. നമുക്ക് മുട്ട പപ്സാക്കി വിടും. ഇവരാ പോലെടാ അങ്ങനെ. അത് തന്നെ ഇങ്ങോട്ട് നോക്ക്.
അവന് ഹെൽത്ത് കുറവാണ്, നമുക്ക് പോയി അടിച്ചിടാവുന്നു. ഹെൽത്തൊന്നും കുറവല്ല, ഫുൾ ഹെൽത്താ. എന്നാലും നമുക്കൊരു കൈ നോക്കാം. മോനെ ഒന്നും കൊണ്ടില്ല. മണ്ണ് ഉറപ്പിക്കാൻ അമ്മച്ചി അവൻ്റെ ഹെവി. അവൻ്റെ ഹെവി കുറച്ച് ലോകം. അയ്യോ, എന്നെ കടിച്ച് തിവർത്തി വിട്ടു. ഷിഫ് ലോക്ക് ഇട്ട് കളിക്കുന്നു. ഷിഫ് ലോക്ക് ഇടാൻ അങ്ങോട്ട്. ഓർഡറാ. ടെറസിലേക്ക് കുറച്ച് സ്പീഡുണ്ട്, അത് കാരണം പ്രശ്നമൊന്നുമില്ല. എന്തരാ നമുക്ക് മുട്ടി നോക്കണ്ട. മുട്ടി നോക്കിയാലേ ഭയങ്കര പ്രശ്നമാണ്. തണുക്കും. പകുതി പേരുമൊക്കെ ബോസ് ഫൈറ്റിന് പോയേക്കുക. ബോസ് ഡാമേജ്. ഇവിടെ ആരും ഇല്ല കൊല്ലാൻ, അവൻ മാത്രമേ ഉള്ളൂ. എന്നാ പോയി കൊല്ലാം. ഇങ്ങോട്ട് എവിടെ പോണ്? ഞാനിവിടെ നിൽക്കുന്ന കണ്ടില്ലേ? നമുക്ക് മണ്ണ് കയറിപ്പിച്ചിട്ടിങ്ങ് വരാം. ഫ്ലോപ്പ് ആവും എന്തായാലും, അത് വേറെ കാര്യം. എനിക്കറിയായിരുന്നു അപ്പോഴേ, അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് കുറച്ചിട്ട. ഏത് അവിടെ നിൽക്കുന്നതാണ്. അവൻ ഹെവി നമുക്കവിടെ നിൽക്കാം. അവൻ ഹെവി ചെയ്യുന്നവർ, അപ്പം നമുക്ക് ഓടാം. സ്പ്രിൻ്റിട്ട് വെച്ച് ഹെവിയല്ലേ എൻ്റെ മോനെ. ഞാൻ പാവോടാ. മോദി ഹെൽത്ത് വെച്ചാണ് നമ്മൾ സർവൈവ് ചെയ്യില്ല. ഹെൽത്ത് ബാലൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് അപ്പാറ്റ വെച്ച് കളിക്കും. ഇപ്പം ഒരിക്കലും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. നല്ല സ്പൂണാണ്, പ്രശ്നമൊന്നുമില്ല. നമുക്ക് ബോസ് ഫൈറ്റിന് പോകുന്നു ഗൈസ്. നമ്മൾ ബോസിനെ കൊന്നിട്ട് വല്ല കാര്യം. ഈ ബോസ് ആരാന്നായിരിക്കും നിങ്ങളെ വിചാരം? ഞാൻ ഇപ്പം പറയണോ അതോ ബോസിനെ കാണിച്ചു തന്നാൽ മതിയോ? ഞാൻ ബോസിനെ കാണിച്ചു തരണമെന്ന് വർഷങ്ങൾ എടുക്കുന്നു. അയ്യോ എൻ്റെ പൊന്നേ, ഇതാണ്ട് എൻ്റെ ബാക്കി കാണുന്നതാണ് ബോസ്. ഈ ബോസ് എന്തിനാണ് അവിടെ ഇരിക്കുന്ന ബോസിനെ കൊല്ലാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. യവൻ തന്നെയല്ലേ അവിടെ ഇരിക്കുന്നത്? യവൻ്റെ സ്വന്തം ആളെയാണ് യവൻ കൊല്ലാൻ പോകുന്നത്. യവൻ്റെ പേരാണ് ഡീറക്സ്. നിങ്ങൾ റീബർത്ത് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. യവൻ്റെ ഓരോ സ്കിന്നുണ്ട്. എടാ എന്നെ അടിക്കല്ലേടാ. ഞാൻ പാവമാടാ, ഞാനൊന്നും പൊക്കോട്ടറാ, കട്ടമുണ്ടോ? അങ്ങനെയാണോ? ഞാൻ ബോസിന് പോയി കൊല്ലടാ. എന്നെ പുറകെ വരല്ലേടാ, ഞാൻ പാവമാടാ. ഞാൻ നിനക്ക് ഒരു ശല്യം ഉണ്ടാക്കത്തില്ലല്ലോടാ. ഈ സെറ എൻ്റെ ഇവിടെ നിൽക്കുന്ന ചുമ്മാടാ. ഒരാൾ 7.9% ഒക്കെ ചെയ്തു. ബോസ് എവിടെ? ബോസാണ് നമ്മുടെ ഡീറക്സ്. കണ്ടാ മതി ഇരിക്കുന്നുണ്ട്. ഉമ്മച്ചി ഇപ്പതാ ഇല്ല, മറ്റേ സാധനം ഉണ്ടാക്കും. അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ ഇത് ഞാൻ ചത്തേന്. കഴിഞ്ഞ് വാ, ഇറങ്ങിച്ചല്ല. എനിക്കങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. പകുതി വഴിയായി ബോസ് ഫൈറ്റ്. അത് കാരണമാണ് നമ്മൾ നേരത്തെ തുടങ്ങിയില്ല. എന്നാലും എനിക്ക് കൊല്ലണമെന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ റോറിട്ട് പേടിപ്പിച്ചിട്ടേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഗൈസ്. നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വലുതാണ്. നമുക്കെന്തായാലും അവനെ കൊല്ലാൻ പറ്റും. അതുകൊണ്ടായിരിക്കും നമുക്ക് ഇറങ്ങാൻ പറ്റാത്തത്. അതുകൊണ്ട് ആയിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തുടങ്ങിയില്ല. അത് കാരണമാണ്. എടാ എൻ്റെ അടുത്ത് കളിക്കാൻ വന്നാൽ നീയൊക്കെ ഇങ്ങനെ അവിടെ തള്ളിയിട്ടിരിക്കുന്നു. അവനൊക്കെ നേരത്തെ തുടങ്ങിയതാണല്ലേ. അപ്പം ചുമ്മാതല്ല. ബോസ് ഇരിക്കുന്ന കോലം കൊണ്ടാ. ഒരു താറാവിനെ നെഞ്ചത്തെടുത്ത് കയറ്റി വെച്ചുകൊണ്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അവനെ തെറിച്ചു വന്നു അടിച്ചു. അവനൊന്നും കൊള്ളത്തില്ല. കാരണം ഇവൻ ബോസ് ഫൈറ്റിൽ നേരത്തെ ഉൾപ്പെടുത്തിയിട്ട്. അത് പറഞ്ഞോളി അവനൊന്നും പറ്റാം. നമുക്ക് ബോസ് ഫൈറ്റ് വേണം. ബോസിന് ഇതുവരെ ഒരു ഡാമേജും കൊടുത്തിട്ടില്ല ആരും എന്നാണ് തോന്നുന്നത്. ഒരാൾ 9.4% ഒക്കെ ചെയ്തു.
കൊടുത്തിട്ടുണ്ട്. കണ്ട എഴുത്തുകാർ കുറഞ്ഞിരിക്കുന്നു. കണ്ട നമ്മളൊക്കെ അപ്പോൾ നമ്മൾ ഇവിടെ സ്പോണായി. ഒമ്പച്ചി ഒരാളുടെ മുമ്പിൽ തന്നെ സ്പോണായിരിക്കുന്ന നമ്മൾ ടെററാവാൻ പോവാണ്. രണ്ടുപേര് ഇതെന്തോന്നത്? അയ്യോ ഞാൻ സ്പോണായത് ഏതോ ഒരു റെയർ എങ്ങാണ്ടോ. അതോ എത്ര പേര്? 2 ഡിയറൊക്കെ, ഒരു ടൈറ്റാനോസോറസ്. എനിക്കൊന്നും കാര്യത്തില്ല. എൻ്റെ പൊന്നോ അവൻ കൊല്ലാൻ പോയേക്കുന്നു. അതിന് താരം ചെയ്യുന്നത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. ഞാൻ പറയുന്നത് ഇതിലൊക്കെ ജയിച്ചു കിട്ടും. സ്കില്ലുള്ള ആളാണെങ്കിൽ ഡിയറക്സ് ജയിക്കും. സ്കില്ലുള്ള ടൈറ്റാനാണെങ്കിൽ ടൈറ്റാന് ജയിക്കും. ഇനി 2 പേർക്കും സ്കില്ലില്ലെങ്കിൽ ആരും ജയിക്കൂല. ഇങ്ങനെ അടി ഓടിക്കൊണ്ടേ ആരെങ്കിലുമൊക്കെ ഭാഗ്യം വന്നാൽ ജയിക്കും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ കാക്കയ്ക്ക് മിണ്ടാവിട്ട് മൂട്. ടെറസിൽ നിന്നുള്ള പ്രശ്നം ഇതാണ്. ഉണ്ടാവും നമ്മുടെ ബാക്കിൽ കൂടെയൊക്കെ ഓരോരുത്തന്മാർ ചെയ്യും. പിന്നെ ഇങ്ങനെ കുറേ കാക്കയും. എന്ത് പൊന്ന്, ഞാൻ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു ഇത്ര. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഈ കാക്ക പോലും കാണണ്ടല്ലോ. അല്ലെങ്കിൽ ഒരാൾ നല്ല കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങ് വന്നോളൂ. മഴ പെയ്യുന്നു ഗൈസ് ഈ ഏരിയക്ക്. എന്താ കണ്ട് കനത്ത മഴ. ഗൈസ് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കാം. ഇതിൻ്റെ തട്ടി എടാ ഫ്രണ്ട്സാണോ നോക്കാം. മോനെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട്സാണേ. ഫ്രണ്ട്സാടാ ഇങ്കടാ ചക്ക തീർപ്പില്ല. ഞാൻ ബോട്ടിലാണ് ഈ ശരീരമാണെങ്കിലും ഫ്രണ്ട് പ്രൊട്ടക്ഷനോ നല്ല പ്രൊട്ടക്ഷൻ. എന്നെ ഇട്ട് ചതച്ചോണ്ടിരിക്കുവാണ്. അപ്പോൾ സ്വന്തം ഫ്രണ്ടായിട്ട് പോലും ഒന്ന് നോക്കുന്ന പോലില്ല. എൻ്റെ പൊന്നെ അടുത്ത ആള് വോളിബോൾ കളിക്കുന്നു. നമ്മൾ ഇടിയോട് ജയിക്കുന്നു. അത് തന്നെ ഡിയറക്ഷൻ അങ്ങോട്ട് അടിയില്ല. ചുമ്മാ അങ്ങോട്ട് ഇരിക്കുമോ, ഒന്നും ചെയ്യത്തില്ല. ഫയറണ. അയ്യോ നമ്മൾ എന്തൊക്കെയോ ചെയ്യുവാണ്. നമ്മൾ വെള്ളത്തിൽ കുടിക്കും. 140. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇത് അവസാനിച്ചിരിക്കുന്നു. ഇനി എനിക്ക് കളിക്കാൻ വയ്യ. കളിച്ച് ഞാനാണെങ്കിൽ തോറ്റ് മടുക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ പോവാം.